അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂർ ആണ് നാം പഠിച്ചു വരുന്നത്. അതിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് അതിലെ 50 ആയത്തുകളാണ്. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ 51-ാമത്തെ ആയത്താണ് പരിശോധിക്കുന്നത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമീഅനാ വഅത്വഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മുഅ്മിനീങ്ങളായ ആൾക്കാരുടെ വാക്ക്, ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ വാക്ക്, ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും അല്ലാഹുവിൻ്റെ റസൂലിലേക്കും അവരെ വിളിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, അവരുടെ ഇടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഇടയിൽ എന്തെങ്കിലും വിഷയമുണ്ടായി, എന്തെങ്കിലും ചോദ്യമുണ്ടായി, അപ്പോൾ അവരുടെ ഇടയിൽ ആ വിഷയത്തിൽ ഒരു തീർപ്പ് കൽക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിലേക്ക് വരൂ, അതായത് അള്ളാഹുവിൻ്റെ കലാമിലേക്ക് വരൂ, അള്ളാഹുവിൻ്റെ തീർപ്പിലേക്ക് വരൂ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് വരൂ, അല്ലെങ്കിൽ റസൂലിൻ്റെ കലാമിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ, ഇദാ ഫരീഖും മിൻഹും, അപ്പോൾ അവരിൽ ഒരു കൂട്ടക്കാർ, അല്ല, അൻ യഖൂലൂ സമീഅനാ വഅത്വഅനാ, അൻ യഖൂലൂ സമീഅനാ വഅത്വഅനാ, അവർ ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ കേട്ടു എന്ന് പറയുകയായിരിക്കും. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ. 51-ാമത്തെ ആയത്ത് ഇതാണ്. അതായത് തങ്ങളുടെ ഇടയിലുള്ള വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും നിങ്ങൾ വരൂ എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങൾ പറയുക എന്താണ്? സമീഅനാ വഅത്വഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്നായിരിക്കും പറയുക. അങ്ങനെ പറയുന്നവർ അവരാണ് വിജയികൾ. മാത്രമല്ല, നേരത്തെ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം നമുക്കറിയാം. പ്രധാനമായും ഈ ഭാഗത്തുള്ള ആയത്തുകളിൽ ചർച്ച പറയുന്നത് മുനാഫിക്കുകളെ സംബന്ധിച്ചാണ്. മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ഗുരുതരമായ അപകടകാരികളാണ് മുനാഫിക്കുകൾ. അതായത് അവരുടെ അകത്തിൻ്റെ നിലപാടൊന്ന് വേറെയാണ്, പുറത്തിൻ്റെ നിലപാട് മറ്റൊന്നാണ്. അകത്തുള്ളതും പുറത്തുള്ളതും രണ്ടും രണ്ടായ ആൾക്കാർ, അവരെയാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. അപ്പം ആയതുകൊണ്ട് അവർക്ക് എവിടെയും വരാൻ കഴിയും. ഇപ്പോൾ മദീനയിലെ മുനാഫിക്കുകൾ, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വരാം, മുസ്ലിമീങ്ങളുടെ ചർച്ചകളിൽ പങ്കെടുക്കാം. കാരണം അവരുടെ മുമ്പിൽ അവർ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരെ ആർക്കും അകറ്റാനും കഴിയില്ല, സംശയിക്കാനും കഴിയില്ല. അതേസമയം അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടെ നിന്നുള്ള വാർത്തകളും വിവരങ്ങളും ചോർത്താനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം ആയതുകൊണ്ട് അത് പരസ്യമായി നമുക്ക് ആർക്കും കാണാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരാളിപ്പം മനസ്സിൽ എന്താണ് കരുതിയിരിക്കുന്നത്, ഇവിടെ നിന്ന് പോയാൽ രഹസ്യമായി അവൻ എന്താണ് ചെയ്യുക, ഇതൊന്നും സത്യത്തിൽ ആർക്കും പറയാൻ കഴിയാത്തൊരു കാര്യമാണ്, ഊഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അപകടകാരികളാണ് എന്ന് പറഞ്ഞത്. അപ്പം അവരെ സംബന്ധിച്ച് പറഞ്ഞു, അവരുടെ ഏതാനും ചില ഗുണങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 51-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. എന്നാൽ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ളവരല്ല, മറിച്ച് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നിങ്ങളുടെ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ, ശരി, ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് അവർ പറയും. അവരാണ് സത്യത്തിൽ വിജയികൾ. മാത്രമല്ല, 51-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അള്ളാഹു 52-ാമത്തെ ആയത്തിലും മുഅ്മിനീങ്ങളെ തന്നെ ശ്ലാഘിക്കുകയാണ്, എടുത്തു പറയുകയാണ്.
അവിടെ അള്ളാഹു പറയുന്ന വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ്, വമൻ യുതിഇല്ലാഹ വറസൂലഹു, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഒരാൾ വഴിപ്പെടുകയാണ് എങ്കിൽ, വയഖ്ഷല്ലാഹ, അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുകയാണ് എങ്കിൽ, ഈ ഭയപ്പെടൽ എന്ന് പറയുന്ന ഈ ഭയം ഇല്ല എന്നുള്ളതാണല്ലോ മുനാഫിക്കുകളുടെ പ്രശ്നം. എന്തിലെല്ലാം അവർ ഭയപ്പെടുന്നില്ല? ഒന്നാമതായി, അവർ ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചതിനാൽ ആഖിറത്തിൽ ശിക്ഷയുണ്ടാകും എന്നവർ ഭയപ്പെടുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്നത് തങ്ങളുടെ മാന്യതയ്ക്ക് വിഘാതമാണ് എന്നും അവർ ഭയപ്പെടുന്നില്ല. മാത്രമല്ല, വയത്തഖി, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ, ഫഉലൈക, അപ്പോൾ അങ്ങനെയുള്ളവർ ഹുമുൽ ഫൈസൂൻ, അവരാണ് വിജയികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല 2 ആയത്തുകളിൽ മുഅ്മിനീങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് പറയുകയാണ്. പിന്നെ 53-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും മുനാഫിക്കീങ്ങളുടെ കാര്യം തന്നെയാണ് കാണുന്നത്, കേൾക്കുന്നത്. അതായത് നേരത്തെ 47-ാമത്തെ ആയത്ത്, 48-ാമത്തെ ആയത്ത്, 49-ാമത്തെ ആയത്ത്, 50-ാമത്തെ ആയത്ത്, ഈ 4 ആയത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞു. അവരെ ശക്തമായി ആക്ഷേപിക്കുകയും ചെയ്തു, അവരെ വ്യക്തമായി നിരൂപണം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പിന്നെ 2 ആയത്തുകൾ, 51-ാമത്തെ ആയത്തും 52-ാമത്തെ ആയത്തും, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്, എങ്ങനെയാണ്, അവരുടെ നിലപാട് എന്തായിരിക്കും എന്നത് അള്ളാഹു പറയുകയും ചെയ്തു. എന്നിട്ട് പിന്നെ വീണ്ടും മുനാഫിക്കുകളിലേക്ക് തന്നെ ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പോകുന്നുണ്ട്. എന്താ അള്ളാഹു പറയുന്നത്? 53-ാമത്തെ ആയത്തിൽ, വഅഖ്സമൂ ബില്ലാഹി ജഹദ ഐമാനിഹിം ലഇൻ അമർതഹും ലയഖ്റുജന്ന ഖുൽ ലാ തുഖ്സിമൂ ത്വാഅത്തുൻ മഅറൂഫത്തുൻ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മറ്റൊരു സ്വഭാവം പറയുകയാണ്. എന്താ പറയുന്നത്? വഅഖ്സമൂ ബില്ലാഹ്, അള്ളാഹുവിനെ പിടിച്ച് അവർ സത്യം ചെയ്യും, ശപഥം ചെയ്യും. ജഹദ ഐമാനിഹിം, അവരുടെ സത്യത്തിൻ്റെ പരമാവധി സത്യം ചെയ്യും. എന്താണ് അവർ സത്യം ചെയ്തുകൊണ്ട് പറയുക? ലഇൻ അമർത്തഹും, നബിയെ അങ്ങ് അവരോട് കൽപ്പിച്ചാൽ, ലയഖ്റുജുന്ന, അവർ യുദ്ധത്തിന് ഇറങ്ങുക ചെയ്യുമെന്ന് അവരിങ്ങനെ പറയും. അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് അവരിങ്ങനെ പറയും. എന്ത്? നബി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, അവിടെയല്ലോ വരാത്തത്. നബി ഞങ്ങളോട് നേരിട്ട് വരൂ, യുദ്ധത്തിന് വരൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറപ്പെടുക ചെയ്യും, അതിലെന്താ അത്ര സംശയിക്കാനുള്ളത് എന്നവർ പറയും. പലപ്പോഴും ശ്രോതാവ് സമ്മതിച്ചു പോകുന്ന വാക്കുകളും പ്രയോഗങ്ങളും നടത്തുക എന്നത് അവരുടെ ഒരു പ്രത്യേകതയാണ്, മുനാഫിക്കുകളുടെ പ്രത്യേകതയാണ്. അതാണ് പറയുന്നത്. അവർ കഠിനമായ ശപഥം ചെയ്യും. എന്താ ശപഥം ചെയ്യുന്നത്? നബിയെ താങ്കൾ അവരോട് കൽപ്പിച്ചാൽ, യുദ്ധത്തിന് ഇറങ്ങൂ എന്ന് കൽപ്പിച്ചാൽ അവർ പുറപ്പെടുക തന്നെ ചെയ്യും എന്നവർ ശബ്ദം ചെയ്യും. നബിയെ ഖുൽ, അവരോട് പറഞ്ഞേക്കൂ, ലാ തുഖ്സിമൂ, നിങ്ങൾ അങ്ങനെ ശപഥമൊന്നും ചെയ്യേണ്ട. അള്ളാഹ്ക്ക് വേണ്ടത് നബി വിളിച്ചു, ആ വിളിയിൽ തന്നെ നബി കാർക്കശ്യം പുലർത്തി, ആ വിളിയിൽ തന്നെ നബി നിർബന്ധം ചെലുത്തി. അങ്ങനെ ഒരു തരത്തിൽ വാക്കുകൊണ്ടെങ്കിലുമുള്ള നിർബന്ധം ചെലുത്തുമ്പോൾ മാത്രമാണ് അവർ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഉദ്ദേശം അള്ളാഹ്ക്കില്ല. നിർബന്ധിച്ച് ആരെയും, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ ബലപ്രയോഗങ്ങളില്ല. അതുകൊണ്ട് നബിയെ താങ്കൾ അവരോട് പറയുക, ലാ തുഖ്സിമൂ, നിങ്ങളങ്ങനെ ശപഥമൊന്നും ചെയ്യേണ്ട, നിങ്ങളങ്ങനെ സത്യമൊന്നും ചെയ്യേണ്ട. താഅത്തുൻ മഅറൂഫത്തുൻ, മാന്യമായ ഒരനുസരണമാണ് വേണ്ടത്. എന്താ ഈ മാന്യമായ അനുസരണം എന്ന് പറഞ്ഞാൽ? മാന്യമായ അനുസരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വിവരം കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് യുദ്ധത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നു,
അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് ശത്രുക്കളുടെ ശല്യമുണ്ട്, അതിനെ നേരിടാൻ മുസ്ലിം ജനത അല്ലെങ്കിൽ മുസ്ലിം സൈന്യം ഉദ്ദേശിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ പോകൽ, അതാണ് വേണ്ടത്. അപ്പോഴാണ് ഒരു മനുഷ്യന്റെ നിയ്യത്ത് ശരിയാകുക. ഒരുപാട് ആൾക്കാർ നിർബന്ധിച്ചിട്ട് അവർ കണ്ടാൽ എന്താവും, ഇവർ കണ്ടാൽ എന്താകും എന്നൊക്കെയുള്ള രൂപത്തിൽ നോമ്പ് നോൽക്കുക അല്ലെങ്കിൽ നിസ്കരിക്കുക, അതല്ല വേണ്ടത്. മറിച്ച് എന്താ വേണ്ടത്? ത്വാഅത്തുൻ മഅറൂഫത്തുൻ, അതായത് ഉദാത്തമായ അനുസരണമാണ് ആവശ്യം. ഉദാത്തമായ അനുസരണം, ഒരു കലർപ്പുമില്ലാത്ത വിധത്തിലുള്ള അനുസരണമാണ് ആവശ്യം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ഖബീറുൻ, അല്ലാഹു അറിയുന്നവനാണ്, അല്ലാഹു അറിയുന്നവനാണ്. ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ. നിങ്ങൾ എന്താ പറയുന്നത് എന്നും അറിയാം, അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും അറിയാം. ഇതെല്ലാം അള്ളാഹു അറിയുന്നവനാണ്. ഇവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ ഒരു സൂറത്ത് ഇറങ്ങിയത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടായിരുന്നില്ല, മറിച്ച് വ്യത്യസ്ത സംഭവങ്ങളിലൂടെ മുനാഫിക്കീങ്ങളുടെ ഇരട്ട മുഖം പ്രകടമായി. അതായത് അവർ വരേണ്ട ഒരു സ്ഥലത്തേക്ക്, ഇസ്ലാമിന് വേണ്ടി വരേണ്ട ഒരു സ്ഥലത്തേക്ക് അവർ വന്നില്ല. ആ സമയത്ത് നിങ്ങൾ എന്താ വരാ എന്ന് ചോദിച്ചാൽ, നബി ഞങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് പറയാം. കണ്ടറിഞ്ഞു വരിക, ഉൾക്കൊണ്ടുകൊണ്ട് വരിക, അതാണ് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ മുനാഫിക്കളുടെ ഇരട്ട മുഖം പ്രകടമായപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് നബിന്റെ മുമ്പിലേക്ക് വന്നു. അതായത് ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനത്തെ നയം സ്വീകരിച്ച മുനാഫിക്കളെ കുറിച്ചൊക്കെ ചില അടക്കി പിടിച്ച വർത്തമാനങ്ങൾ മദീനയിലൂടെ നടക്കുമ്പോൾ അവരും അതറിഞ്ഞു, അത് മനസ്സിലാക്കി. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയോ? തങ്ങളെ തന്നെ ഒന്നിന് കഴുകി ശുദ്ധിയാക്കാൻ വേണ്ടി, നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് അവര് ഈ സംശയത്തിന്റെ നേലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വൃദ്ധാശ്രമമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്ത് നബിയെ, അങ്ങ് പറയുമ്പോൾ ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെടും, അത് ഉറപ്പാണ് എന്ന്. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ സത്യത്തിൽ അവര് ആ പറഞ്ഞാൽ അത് നല്ലത് തന്നെയല്ലേ എന്ന് ചിലപ്പോൾ ബാഹ്യമായി നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അവരുടെ ഉള്ളിൽ അവർ മറച്ചു വെക്കുന്ന ചില കാര്യങ്ങളാണ് അതെല്ലാം. അതുകൊണ്ട് നബിയെ അവരോട് പറഞ്ഞേക്കൂ, നിങ്ങൾ അങ്ങനെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ശപഥം ചെയ്യുകയൊന്നും വേണ്ട. വേണ്ടത് എന്താണെന്നറിയാമോ? താഅത്തുൻ മഅറൂഫത്തുൻ. ഇത് പൊതുവായൊരു കാര്യമാണ്. നമ്മളെല്ലാവരും സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആരാധനകളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്. സമ്മർദ്ദങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്ന ആരാധനകൾ, അങ്ങനത്തെ ആൾക്കാർ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അങ്ങനെയുള്ള ആൾക്കാർ നാളെ വിചാരണ സമയത്തിൽ അള്ളാഹുവിന് മുമ്പിൽ വരുമ്പോൾ അള്ളാഹ് പറയും, നിങ്ങൾ ആരെ കാണിക്കാനാണോ, നിങ്ങൾ ആരെ ബോധിപ്പിക്കാനാണോ നിങ്ങൾ ഈ ആരാധനകളൊക്കെ ചെയ്തത് എങ്കിൽ അവരുടെ അടുത്തേക്ക് പോയിക്കോളൂ, അവരുടെ അടുക്കൽ നിന്ന് പ്രതിഫലങ്ങൾ വാങ്ങിക്കോളൂ എന്ന് അള്ളാഹു പറയുകയും ചെയ്യും. അപ്പോൾ വേണ്ടത് എന്താന്ന് വെച്ചാൽ താഅത്തുൻ മഅറൂഫത്തുൻ, ഇങ്ങനെയാണ്, ഇന്നതൊക്കെയാണ്, നമ്മുടെ ബാധ്യത ഇന്നതാണ്, അള്ളാഹു ഒരു കാര്യം പറയുക ഇന്ന രൂപത്തിലാണ്, അള്ളാഹുവിൻ്റെ രീതി ഇന്നതാണ്, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം മനസ്സിലാകുമ്പോൾ ആ തിരിച്ചറിവിൽ നിന്ന് സ്വമേധയാ ആരാധനയ്ക്ക് തയ്യാറാവുക. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. നബിയുടെ ശരിയായ തർബിയത്ത് ലഭിച്ച സഹാബിമാരും അങ്ങനെയായിരുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ എന്താ ചെയ്യുന്നത് അള്ളാഹ്ക്ക് അറിയാം. അതായത് ആ പറഞ്ഞതിൻ്റെ ഉള്ളിൽ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നല്ല പിള്ള ചമയാൻ ശ്രമിക്കുമ്പോൾ അത് ഈ ദുനിയാവിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്താണ് ഉള്ളിൽ കരുതിയിരിക്കുന്നത്, ഈ പറയുന്നതൊക്കെ പറയുന്ന സമയത്തും നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ്, അത് അള്ളാഹ്ക്ക് തീർച്ചയായും അറിയാം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു തുറന്നു പറയുകയാണ്, ഖുൽ നബിയെ താങ്കൾ പറയുക, അത്തീഉല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, വഅത്തീഉർ റസൂൽ, റസൂലിനെയും അനുസരിക്കുക. നോക്കൂ, അത് വളരെ പ്രധാനമാണ്.
റസൂലിനെ അനുസരിക്കാതെ അള്ളാനെ അനുസരിക്കുക, അള്ളാനെ അനുസരിക്കാതെ റസൂലിനെ മാത്രം അനുസരിക്കുക, ഇതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതിന് യാതൊരു ഫലവുമില്ല. കാരണം അള്ളാഹുവിനിക്കുള്ള വഴിപാടുകളും ആരാധനകളും വിധേയത്വങ്ങളും അതെങ്ങനെ ആയിരിക്കണം എന്ന് നമ്മെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് റസൂലുള്ളാഹി എന്ന ഇടയിലുള്ള ആളില്ലാതെ ചില ആൾക്കാർ പറയും നേരിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരെ എന്ന് പറയും. അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി, എന്നാൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരാന്ന് പറയാൻ പറ്റൂല. അള്ളാഹുവിനോട് തന്നെ ചോദിക്കേണ്ടത്. കാരണം അള്ളാഹ്ക്കേ തരാൻ കഴിയുള്ളല്ലോ, തരാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അള്ളാഹുവിനോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. പക്ഷേ അള്ളാഹുവിനോട് മാത്രമാണ് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ റസൂല് എന്നത് തീർച്ചയായും അടച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എഴുതാൻ പാടില്ല. നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ചില പുതിയ ചിന്താഗതിക്കാരായ ആൾക്കാർ വ്യാപകമായി അങ്ങനെ പറയുന്നുണ്ട്. എന്ത്? അള്ളാഹ്ക്ക് ആരാധിച്ചാൽ മതി, അള്ളാഹിനോട് ചോദിച്ചാൽ മതി എന്ന് പറയും. അള്ളാഹിനോട് ചോദിച്ചാൽ മതി, പക്ഷേ റസൂല് ചോദിച്ചത് പോലെ ചോദിക്കണം. റസൂല് എന്ന ഘടകം അതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കണം. കാരണം അള്ളാഹുവിനുള്ള വഴിപ്പെടലും റസൂലിനുള്ള വഴിപ്പെടലും രണ്ടും ഒരേ സമയത്ത് ഒരേപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്, പഠിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല നബിയെ അവരോട് പറയുക, ഫഇൻ തവല്ലൗ, നിങ്ങൾ പിന്തിരിയുകയാണ് എങ്കിൽ, അള്ളാഹുവിന് താഴത്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റസൂലിന് താഴത്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ രണ്ടും ചെയ്യുന്നില്ല, എന്നാൽ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില, അവനെ ഏൽപ്പിച്ചതാണ് ഉണ്ടാവുക. നിങ്ങൾ പിന്തിരിയാന്ന് പറഞ്ഞാൽ തന്നെ ഭരമേൽപ്പിച്ച വിഷയത്തിലെ റസൂലിന് കടപ്പാടുള്ളൂ എന്ന് പറയുക. നബിയെ എനിക്കിത് നിങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ, അതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞേക്കുക. ഉണ്ടോ? ഫൈൻ തവല്ലൗ, അവരവഗണിക്കുകയാണെങ്കിൽ ഫൈന്നമാ അലൈഹി മാ ഹുമ്മില, നബിയെ ഏൽപ്പിക്കപ്പെട്ട കാര്യം മാത്രമേ നബിയുടെ ബാധ്യതയായി വരുന്നുള്ളൂ. എന്താണ് ഏൽപ്പിച്ചത്? തബ്ലീഗ്, എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. വഅലൈക്കും മാ ഹുമ്മിൽതും, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ അതാണ് നിങ്ങളുടെ ബാധ്യത. റസൂലിന്റെ ബാധ്യത നിങ്ങൾക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബാധ്യത നിങ്ങളത് ചെയ്യുക എന്നുള്ളതാണ്, നിങ്ങളതിന് വിധേയരാവുക എന്നുള്ളതാണ്. വൈൻ തുതീഉ തഹ്തദു, അള്ളാഹു വീണ്ടും ആവർത്തിക്കാണ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഹിദായത്ത് സിദ്ധിക്കാം. വൈൻ തുതീഉ, നിങ്ങൾ അവനെ അനുസരിക്കുകയാണെങ്കിൽ തഹ്തദു, നിങ്ങൾ ഹിദായത്തിലാകും. വമാ അലർ റസൂൽ, റസൂലിന്റെ മേലിലില്ല ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ പ്രബോധനം എന്നതല്ലാതെ മറ്റൊന്നും ഈ പ്രവാചകന് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് കള്ളസത്യം ചെയ്ത് വെറുതെ അധര വ്യായാമം നടത്തുക എന്നതല്ല വേണ്ടത്. എന്താണ്? അള്ളാഹുവിനോടും ഒപ്പം റസൂലിനോടുമുള്ള ആത്മാർത്ഥമായ അനുസരണയാണ് വേണ്ടത്. നബി തങ്ങളുടെ ചുമതല എന്താ? ഈ സത്യങ്ങൾ നിങ്ങളുടെ അടുക്കൽ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കലല്ല, നിങ്ങളെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ എത്തിക്കുക, അതിനുള്ള മാർഗത്തിലേക്ക് നിങ്ങൾ എത്തിക്കുക, അതിനുവേണ്ട മാർഗം നിങ്ങൾ കാണിച്ചു തരിക. അല്ലാതെ വിശ്വാസം അനുസരണം എന്നത് നിങ്ങളെ കൊണ്ട് നിർബന്ധമായി ഉണ്ടാക്കുക എന്നുള്ളത് പ്രവാചകന്റെ ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ടതല്ല. സത്യവിശ്വാസം മുറുകെ പിടിച്ച് സൽക്കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ആത്മാർത്ഥമായി ജീവിക്കുക എന്നതാണ് മനുഷ്യരായ നിങ്ങളുടെ ബാധ്യതയും കടമയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 54-ാമത്തെ ആയത്തിലൂടെ പറയുന്നു. മാത്രമല്ല പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആൾക്കാരുടെ കാര്യത്തിലേക്ക് വരികയാണ്. ഇത് ഖുർആനിന്റെ അള്ളാഹുവിൻ്റെ ഒരു ശൈലിയാണ്. അള്ളാഹു മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞാലും കാഫിറുകളെ കുറിച്ച് പറഞ്ഞാലും അവർക്കുള്ള ശിക്ഷയും താക്കീതും പറഞ്ഞാലും ഒപ്പം തന്നെ മുഅ്മിനീങ്ങളുടെ
കാര്യങ്ങൾ പറയും. മുഅ്മിനീങ്ങൾക്ക് എന്തൊക്കെ കിട്ടാനുണ്ട്, അവർക്ക് എന്തെല്ലാം പ്രതിഫലങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 55-ാമത്തെ ആയത്തിലും മുഅ്മിനീങ്ങളുടെ കാര്യം വേറെ ഒരു രൂപത്തിൽ പറയുകയാണ്. എന്താണ് പറയുന്നത് അറിയാമോ? അള്ളാഹു പറയുന്നു, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരായ ആൾക്കാർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത. അതും ഇമേൽ പറഞ്ഞ പോലെ ഒരു വലിയ പാഠമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അന്നത്തെ കാലത്തൊക്കെ നബിയെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി ശ്ലാഘിച്ച് സംസാരിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ചിന്തകന്മാർ, ശാസ്ത്രജ്ഞന്മാർ, സാമൂഹ്യ പ്രാധാന്യമുള്ള ആൾക്കാർ, അവരൊക്കെ തന്നെയും. പക്ഷേ അവരൊന്നും ആ വിശ്വാസം ഉദ്ഘോഷിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല. നോക്കൂ, രണ്ട് കാര്യങ്ങൾ ഒരേപോലെ വേണം. നമ്മൾ നേരത്തെ അത്തിയുല്ലാഹ വാത്തിയുർ റസൂൽ എന്ന് പറഞ്ഞ പോലെ ഈമാൻ ഉണ്ടാവണം. ഈമാൻ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരാ, ഈമാൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ ചെയ്യുകയും വേണം. ഒരാൾക്ക് ഇസ്ലാമിന്റെ ദൈവവിശ്വാസം നല്ലതാണെന്ന അഭിപ്രായമുണ്ട്, പ്രവാചകൻ വലിയ മാനുഷിക വിമോചകനാണ് എന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ടൊന്നും മാത്രം കാര്യമില്ല. മറിച്ച് എന്തു വേണം? ആ വിശ്വാസം ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ആ വിശ്വാസം ഉള്ളിൽ നിന്ന് പ്രചോദിപ്പിക്കുന്ന ആ ആരാധനകൾ ചെയ്യാൻ അയാള് തയ്യാറാവണം. അങ്ങനെ ചെയ്യുന്നവർക്ക് അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്ത്? ലയസ്തഖ്ലിഫന്നകും ഫിൽ അർദ്, നിങ്ങളെ അല്ലാഹു ഭൂമിയിൽ പ്രതിനിധികളാക്കി തീർക്കുമെന്ന്, ഭൂമിയിലെ കൈകാര്യകർത്താക്കളാക്കി തീർക്കും, ഭൂമിയിലെ ഖിലാഫത്തിന്റെ ഉടമകളാക്കി തീർക്കും എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വെറുതെ വാഗ്ദാനം ചെയ്യല്ല, അങ്ങനെ അവൻ മുമ്പ് ചെയ്തിട്ടുണ്ടേ. അതെങ്ങനെയാ? കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പിലുള്ള ആൾക്കാരെ അല്ലാഹു പ്രതിനിധികളാക്കിയതുപോലെ. മാത്രമല്ല, അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും തദനുസൃതമായ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആൾക്കാർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്. എന്ത്? നിങ്ങളുടെ മുൻഗാമികളായിരുന്ന ഇത്തരം ആൾക്കാരെ, മുൻഗാമികളിലും അങ്ങനത്തെ ആൾക്കാർക്കാണ് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുള്ളത്, അവർക്ക് ചെയ്തു കൊടുത്ത പോലെ ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധികളാക്കി തീർക്കും, ഭൂമിയിലെ ചുമതലക്കാരാക്കി നിങ്ങളെ മാറ്റും. മാത്രമല്ല, വലയുമക്കിനന്ന ലഹും, അവർക്ക് അവൻ സ്വാധീനമേകും. വലയുമക്കിനന്ന, അവൻ സ്വാധീനം നൽകും. ലഹും, അവർക്ക് ദീനഹും, അവരുടെ ദീനിനെ. അല്ലദീ ഇർത്തദാലഹും, അവർക്ക് വേണ്ടി തൃപ്തിപ്പെട്ടുകൊടുത്ത. അപ്പോൾ അവർക്ക് വേണ്ടി അള്ളാഹു തൃപ്തിപ്പെട്ടുകൊണ്ട് കൊടുത്ത ദീനുണ്ടല്ലോ, ആ ദീനിനെ അള്ളാഹു എന്തു ചെയ്യും? അവർക്ക് വേണ്ടി സ്വാധീനമാക്കി നൽകും. ചില സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ? ഇപ്പൊ നമ്മുടെ ദീൻ ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഉദാഹരണമായി ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾ 10,000-ങ്ങളായി, ലക്ഷങ്ങളോളായി തീരാൻ പോവുക. ജീവനുകൾ അങ്ങനെ നശിപ്പിക്കപ്പെടുന്നു. അവിടെ എന്തിനാ വില ഇല്ലാതെയാകുന്നത്? ദീൻ എന്ന ആശയത്തിന്. ദീൻ എന്ന ആശയത്തിന് വില ഉണ്ടായിരുന്നുവെങ്കിൽ 45ഓളം രാജ്യങ്ങൾ നമുക്കുണ്ട്, സമ്പന്നമായ രാജ്യങ്ങൾ. പക്ഷെ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യമായി. കണ്ടോ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് ആധിപത്യമില്ലാതെയായി പോയി. മാത്രമല്ല, അല്ലാഹു പറഞ്ഞു, വലയുമക്കിനന്ന ലഹും ദീനഹും, അവരുടെ ദീനിന്റെ കാര്യത്തിൽ അവർക്ക് നാം സ്വാധീനം നൽകുകയും ചെയ്യും. എങ്ങനത്തെ ദീൻ? അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ട് കൊടുത്ത. മാത്രമല്ല, വലയുബദ്ദിലന്നഹും, അവർക്കവൻ പകരമാക്കി കൊടുക്കുകയും ചെയ്യും. മിൻ ബഅദി ഖൗഫിഹിം അംന, അവരുടെ ഭയത്തിന് ശേഷം സുരക്ഷയെ പകരമാക്കി കൊടുക്കുകയും ചെയ്തു. അതായത് അവർക്ക് ഭയം വന്നാൽ അള്ളാഹു ആ ഭയം കണ്ട് എടുത്തു കളഞ്ഞിട്ട് അവിടെ സുരക്ഷിതത്വം എന്നതിനെ പകരമായി നൽകുകയും ചെയ്യും. പക്ഷേ എന്ത് വേണമെന്നറിയോ? യഅ്ബുദൂനനി, അപ്പോൾ അവർ എന്നെ ആരാധിക്കും. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വരുന്ന കാര്യം അതാണ്. മുഅ്മിനീങ്ങളായ ആൾക്കാർ, സൽക്കർമ്മങ്ങൾ ചെയ്ത ആൾക്കാർ, അവർക്ക് അല്ലാഹു വാഗ്ദാനം നൽകുകയാണ്.
3 വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. ഒന്ന്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളെ മുൻഗാമികളായ ആൾക്കാർ ഭൂമിയുടെ അധികാരികളും അധിപന്മാരുമായി തീർന്നതുപോലെ നിങ്ങളെയും അധിപന്മാരും അധികാരികളുമാക്കി തീർക്കും. ഒന്ന്. രണ്ടാമത്തേത്, വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും, അവർക്ക് വേണ്ടി അള്ളാഹു തൃപ്തിപ്പെട്ടതായിരിക്കുന്ന ദീനിനെ സ്വാധീനമുള്ളതാക്കി തീർക്കും. ദീന് ഞങ്ങൾ മുസ്ലിങ്ങൾ അത്രേ ഉള്ളൂ, ഇസ്ലാമിന് സ്വാധീനമൊന്നുമില്ല. ഇസ്ലാമിന് ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്, ഭരിക്കുന്ന ഒരു ലോകത്തും ഇസ്ലാമിന് യാതൊരു സ്വാധീനവുമില്ല. മാത്രമല്ല, മൂന്നാമത്തെ അള്ളാഹുവിന്റെ വാഗ്ദാനം, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ഖൗഫ് ഉണ്ടാവും, ഭയം ഉണ്ടാവും. പക്ഷെ ഭയം വന്നാൽ ഉടനെ സുരക്ഷിതത്വം പകരമായി അള്ളാഹു നൽകും. നോക്കൂ, അപ്പോ ഇന്നിപ്പോ എന്തുകൊണ്ടാണ് ഇതൊന്നും ഉണ്ടാവാത്തതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഒന്നുകിൽ അവർ അല്ലദീന ആമിലു ആണ്, അല്ലദീന ആമനു ആണ്, വിശ്വസിച്ചവരാണ്, അല്ലെങ്കിൽ അവർ അമിലു സ്വാലിഹാത്തിയാണ്. രണ്ടും കൂടി ഒന്നിച്ച് അവരുടെ ഒന്നും കയ്യിലില്ല, അത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അങ്ങനെ എന്നിട്ട് യഅ്ബുദൂനനി, അവരെന്നെ ആരാധിക്കണം, എന്നെയായിരിക്കണം അവർ ആരാധിക്കണം. ലാ യുശ്രികൂന ബി ഷൈഅൻ, മറ്റാരെയും എൻ്റെ പങ്കാളികളാക്കാനും പാടില്ല. കണ്ടോ, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഇതെല്ലാം നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നൽകാം എന്ന് പറഞ്ഞതിന് ശേഷം ഒമൻ കഫർ, ആരെങ്കിലും നിഷേധിയായാൽ, ഇത് അംഗീകരിക്കാതിരുന്നാൽ, ബഅദാലിക ശേഷം, ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ വിദഗ്ധന്മാരുകൾ തന്നെയാണ്. ഇത്രയും കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല, അതിനൊക്കെ നിഷേധിക്കുകയാണ്. ഈ വാഗ്ദാനങ്ങൾക്കൊന്നും ഒരു മാന്യത നൽകുന്നില്ല, അതൊന്നും സ്വീകരിക്കുന്നില്ല. അങ്ങനെ വന്നാൽ പിന്നെ അവരെ തമ്മാടികൾ തന്നെയാണ്. അപ്പോൾ ഈ ആയത്ത് ഇങ്ങനെ പറയാനുണ്ടായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.